സലാഡ് കുക്കുംബർ. ഈ ഒരു സാധനം സ്ഥിരമായിട്ട് ഞങ്ങൾ, പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്ഥിരമായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുന്ന ഒരു പച്ചക്കറിയാണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് കടകളിൽ നിന്ന് വാങ്ങാറുണ്ട്. പക്ഷേ നല്ല രീതിക്ക് നല്ല ഫ്രഷായിട്ടുള്ളത് മിക്കവാറും ലഭിക്കാറില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അത് വീട്ടിൽ നമുക്ക് ചെറിയ രീതിക്ക് കൃഷി ചെയ്താൽ അത്യാവശ്യം കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. വീണ്ടും അത് തീരുമ്പോൾ അടുത്ത തൈ നടുക എന്നുള്ളതേ ഉള്ളൂ. വലിയ അധ്വാനമൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെ ആണെങ്കിൽ ഒരു 2-3 തൈ നമുക്ക് നട്ടു നോക്കാമെന്ന്. നട്ടു. സാമാന്യം ഭേദപ്പെട്ട നിലയിൽ അത് വളർന്നു വരുന്നുണ്ട്, കായ്കളുണ്ട്. ഞാൻ വളമായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് ചാണകപ്പൊടി മാത്രമാണ്. അല്ലാതെ മറ്റു വളങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. രാസവളങ്ങളോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റ് രാസവളങ്ങളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. ജൈവവളങ്ങളാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഒരു വെണ്ടയുടെ തൈ നിൽപ്പുണ്ട്. അതും ചെറിയ തൈയാണ്, പക്ഷേ കായ്ച്ചു തുടങ്ങി, നന്നായിട്ട് കായുണ്ട്. അതിൻ്റെ ഒരു കാരണം, ഈ പറഞ്ഞതുപോലെ സൂര്യപ്രകാശം അത്യാവശ്യം ഉള്ള സ്ഥലത്താണ് നമ്മളിതൊക്കെ നടുന്നതെങ്കിൽ നല്ലതുപോലെ കായ്ക്കും. പിന്നെ നമ്മൾ ഇത്തരം നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കാവട്ടെ മറ്റ് വിപുലമായിട്ട് കൃഷി ചെയ്യുമ്പോഴൊക്കെയുള്ള ഒരു പ്രധാന പ്രശ്നമാണ് പ്രാണികളുടെ ആക്രമണം. ഇവിടെയും ഒരു 3 തൈ മാത്രമേ ഉള്ളെങ്കിലും കീടത്തിനും പ്രാണികൾക്കൊന്നും കുറവൊന്നുമില്ല. നോക്കുക, ഇത് കായീച്ച കുത്തിയ ഒരു കായാണിത്. അത് പഴുത്ത് തുടങ്ങി, അതിനിയും കൊള്ളത്തില്ല, അത് പനലായിപ്പോയി. കായീച്ചയുടെ ശല്യം നന്നായിട്ടുണ്ട്. ഇത് നല്ല കായാണ്, ഇത് പിടിച്ചു വരുന്നതാണ്, കുഴപ്പമില്ല. കായീച്ചയുടെ ശല്യം കാരണം ഞാൻ അതിന് കെണി വെച്ചിട്ടുണ്ട്. നോക്കുക, ഈ കെണിയിൽ ഞാൻ വെച്ച് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പ്രാണികൾ കിടക്കുന്നത് കാണാം. അപ്പോൾ ഇതുപോലൊരെണ്ണം ഇങ്ങനെയുള്ള അടുത്ത് ഹാങ് ചെയ്തിട്ടാൽ അത്യാവശ്യമുള്ള പ്രാണികളെല്ലാം അതിനകത്ത് വന്ന് പെട്ട് നമുക്ക് നമ്മുടെ ചെടികളെ ബാധിക്കാതെ സൂക്ഷിക്കാനായിട്ടും പറ്റും. ഇതൊരു 190 രൂപ, 200 രൂപയ്ക്ക് താഴെയേ ഉള്ളൂ ഈ ബോക്സും ആ മരുന്നും എല്ലാം കൂടെ ചേർത്ത്. അത് നമ്മുടെ വളക്കടകളിലും മറ്റുമൊക്കെ ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് കായ്കൾ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പടർന്നു വരുന്നതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ജൈവവളം മാത്രം കൊടുത്താൽ മതി. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നന്നായിട്ട് വളർന്നോളും. പിന്നെ മണ്ണും ഒരു പ്രധാന ഘടകമാണ്. നിങ്ങളീ കാണുന്നത് പോലെ ഇത് യഥാർത്ഥത്തിൽ ഈ സലാഡ് വെള്ളരി നടുമ്പോൾ നെറ്റ് അടിച്ചു കൊടുത്തിട്ട് അതിനകത്ത് പടർത്തി വിടുകയാണെങ്കിൽ നന്നായിട്ട് കുറച്ചും കൂടെ വളരും. ഇതിപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നിലവിലില്ലാഞ്ഞുകൊണ്ടതാണ് ഞാൻ ഈ കയറുകളിൽ പടർത്തി വിട്ടേക്കുന്നത്. ഓൾറെഡി പയർ പടർത്തിയിരുന്ന ആ കയറുകളിലാണ് ഞാനിത് പടർത്തി വിട്ടേക്കുന്നത്. എങ്കിലും കുഴപ്പമില്ല. ആദ്യം കുറച്ച് തിക്കായിട്ട് ഇലകൾ നിൽക്കുന്നുണ്ടെങ്കിലും മുകളിലോട്ട് ചെല്ലുമ്പോൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടത് പടർന്നു പോകുന്നുണ്ട്. സലാഡ് കുക്കുംബർ പ്രത്യേകിച്ച് 2 ഇനമുണ്ട് സാധാരണ കണ്ടുവരുന്നത്.
ഞാൻ കണ്ടിട്ടുള്ളത് 2 ഇനമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഒന്ന് ഈ പറയുന്നതുപോലെ ഈ പച്ച കളറുള്ള ടൈപ്പ്, 2 കുറച്ചും കൂടെ അതിൻ്റെ പുറം ഭാഗം വൈറ്റിഷ് ആയിട്ട് കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു നാടൻ ഇനമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റ് ചില കൃഷി വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.